സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ ആലോചനയ്ക്കായി 90-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം വായിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം കഴിഞ്ഞു പോകും. ഈ വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. കാരണം മരണത്തോടനുബന്ധിച്ചും താർച്ചയോടനുബന്ധിച്ചും ഒക്കെ വായിക്കുന്ന ഒരു വാക്യമായത്. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്ന് ഇതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ പറയുന്നുണ്ട്. മോശ എഴുതിയ സങ്കീർത്തനം. മോശ ഇത് അഹരോൻ്റെ ഡെഡ് ബോഡി കണ്ടാണ് എഴുതിയത് എന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നു. ഞങ്ങളുടെ സംവത്സരം 70, ഏറെയായ 80. ഇതിലെന്നെ ചിന്തിപ്പിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മോശയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 70 സംവത്സരം അല്ലെങ്കിൽ 80 സംവത്സരം. 70 വയസ്സിൽ ഒരാൾ മരിക്കാൻ റെഡിയായിരിക്കണം. പരമാവധി ആയുസ് 80. അപ്പോൾ 80-നകം ഇത് മരിക്കും. ഇപ്പം മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവ് ഓൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 80 എന്നുള്ളത് ഒരുപാട് പേർ പറയുന്നത്, ഒരുപാട് പേരല്ല, ആയിരക്കണക്കിന് പേർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മോശയുടെ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കുകയാണ്. മോശ 40 വയസ്സ് വരെ അഹരോൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. 40 വയസ്സ് കഴിഞ്ഞ് അവിടെ ഒന്ന് ഓടിപ്പോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. മിദ്യാനിൽ ബാക്കിയുള്ള 40 സംവത്സരം മോശ ആടിനെ മേയ്ക്കുകയായിരുന്നു. അങ്ങനെ 80 വയസ്സ്. അപ്പോൾ അന്നത്തെ കൺസെപ്റ്റ് അനുസരിച്ച് മോശ മരിക്കേണ്ടതായ പ്രായത്തിൻ്റെ മാക്സിമമായി. മോശ തന്നെ പറയുന്നത് 70 വയസ്സ് അല്ലെങ്കിൽ മാക്സിമം 80 വയസ്സ്. അപ്പോൾ 80-ാമത്തെ വയസ്സിൽ മോശ ഒരു കാഴ്ച കാണുന്നു. മുൾപ്പടർപ്പ് കത്തുന്നു. ആ മുൾപ്പടർപ്പിൽ നിന്ന് സർവശക്തനായ ദൈവം മോശയെ വിളിക്കുന്നു. മോശയെ വിളിച്ചിട്ട് മോശയോട് പറയുന്നു, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ. ആ വിചിത്രമായ അവസ്ഥ ഒന്ന് ആലോചിക്കണം. അന്നത്തെ കൺസെപ്റ്റും പ്രകാരം മരിക്കേണ്ട സമയത്തിൻ്റെ പരമാവധി ആയപ്പോൾ ദൈവം പറയുകയാണ് മോശയെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ 40 സംവത്സരം, മോശയുടെ 40-ാമത്തെ വയസ്സ് വരെ മോശയ്ക്കൊരു ധാരണയോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ട്. ഞാനാണ് ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കേണ്ടവൻ. 40 വയസ്സായപ്പോൾ മോശയുടെ ആ പൂർണ്ണ ആരോഗ്യത്തിൽ, നല്ല യൗവനത്തിൽ മോശ ഒരു കാര്യം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. മിസ്രയീമിനും ഇസ്രായേലും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ മിസ്രയീമിനെ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്നു. പിറ്റേന്ന് 2 ഇസ്രായേലിയർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ മോശ അവരെ ഒരുമിപ്പിക്കാൻ നോക്കുമ്പോൾ ആ ഇസ്രായേലിയർ തന്നെ പറയുന്നു, നീ ഇന്നലെ ചെയ്തതുപോലെ ഞങ്ങളിൽ ഒരാളെ കൊല്ലാനാണോ അല്ലെ ഞങ്ങളെ കൊല്ലാനാണോ വന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ കാര്യം പരസ്യമായി എന്ന് മനസ്സിലാക്കിയ മോശ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ഈ ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ മോശ ഞാൻ നിങ്ങളെ രക്ഷിപ്പാൻ വന്നവനാണ് എന്നുള്ള ധാരണയിൽ പറയുകയാണ്. പക്ഷേ ഇസ്രായേലിയർ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവിടെ നിന്ന് മോശ രക്ഷപ്പെടുകയാണ്. മിദ്യാനിലെ 40 വർഷത്തെ ആടുമേയ്ക്കൽ, ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരോഗ്യത്തോടെ വന്നതായ മോശ തൻ്റെ ആരോഗ്യമെല്ലാം കളയുന്ന മറ്റൊരു ജോലിയാണ് ചെയ്യുന്നത്, ആടുമേയ്ക്കൽ. അത് 40 വർഷം കൊണ്ട് പദമായ പരുവമായ മോശയോട് കർത്താവ് പറയുന്നു, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. മോശ മറുപടി ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ 90-ാം സങ്കീർത്തന പ്രകാരം ഞാൻ ചിന്തിക്കുന്നത്. കർത്താവേ, എൻ്റെ ആയുസ്സും ആരോഗ്യവും എല്ലാം കഴിഞ്ഞുപോയി. അതുകൊണ്ട് എന്നെയും കൊണ്ട് ഇനി കഴിയത്തില്ല. ഞാൻ വിക്കനും ആരോഗ്യം നഷ്ടപ്പെട്ടവനും ഒക്കെയാണ്. അതുകൊണ്ട് വേറൊരാളെ തിരഞ്ഞെടുക്കണം. മോശ ഒഴുകൊഴു പറയുന്ന ദൈവമായിട്ടുള്ള സംവാദത്തിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണാൻ പറ്റും. എന്നാൽ ആ ഒഴുകഴിവ് കർത്താവ് അംഗീകരിക്കാതെ മോശയെ, നിൻ്റെ ചിന്തയല്ല എൻ്റെ ചിന്ത, നിൻ്റെ ആലോചനയല്ല എൻ്റെ ആലോചന, നിൻ്റെ ആലോചന പ്രകാരം മനുഷ്യർ മരിക്കേണ്ടത് 80-ാമത്തെ വയസ്സിലാണ്. എന്നാൽ കർത്താവ് ജലപ്രളയത്തിന് ശേഷം നോഹയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഇനി മനുഷ്യൻ്റെ ആയുസ് 120 സംവത്സരമായിരിക്കും. അപ്പോൾ മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന ആയുസ് 120 സംവത്സരമായിരിക്കും. നേരത്തെ അങ്ങനെയൊന്നുമല്ലായിരുന്നു. പരമാവധി വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് 120 സംവത്സരം വരെ ജീവിച്ചാൽ മതി എന്ന് കർത്താവ് നോഹയോട് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം
6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇനി മനുഷ്യൻ്റെ ആയുസ് 120 സംവത്സരമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നതായ ഒരു കൽപ്പനയുണ്ട്. അതനുസരിച്ച് മനുഷ്യൻ്റെ ആയുസ് അത്രയും ആയിരിക്കുമെന്ന് ഒരു ധാരണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം അതിൽ കൂടുതൽ ആയുസ്സിൽ മനുഷ്യർ ജീവിച്ചിരിക്കുന്നതായിട്ട് ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ചില വേദപഠിതാക്കൾ പറയുന്നത് ഈ 120 സംവത്സരമാണ് നോഹ നീതിപ്രസംഗിയായി നടന്നത്, രക്ഷപ്പെടുവാൻ വേണ്ടി നടന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയും ആയിരിക്കെ മോശ 70-80 എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മോശയെ നിൻ്റെ ചിന്തയല്ല എൻ്റെ ചിന്ത, അതുകൊണ്ട് തന്നെ 80-ാമത്തെ വയസ്സിലാണ് ഞാൻ നിന്നെ വേലയ്ക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കാലം തീർന്നു, എൻ്റെ അവസരം തീർന്നു, എൻ്റെ സാഹചര്യം തീർന്നു എന്ന് പറയുന്നതായ ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ കാലമോ നിൻ്റെ സാഹചര്യമോ നിൻ്റെ അവസ്ഥയോ അത് ഏത് സ്ഥിതിയിലായാലും ശരി, അത് തീർന്നിട്ടില്ല. ഇനിയും നിൻ്റെ മുമ്പിൽ ബാക്കിയായൊരവസരമുണ്ട്, ഒരവസ്ഥയുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നിന്നെ ഇടയാക്കും. ചില വേദപഠിതാക്കളെങ്കിലും പറയുന്നത് 90-ാം സങ്കീർത്തനം മോശ അഹരോൻ്റെ ഡെഡ് ബോഡി കണ്ട് എഴുതിയെന്നും 91-ാം സങ്കീർത്തനം സർവശക്തനായ ദൈവത്തെ സ്വർഗത്തെ കണ്ടുകൊണ്ട് എഴുതിയെന്നുമാണ് പറയുന്നത്. 91-ാം സങ്കീർത്തനത്തിൽ അതുകൊണ്ട് മോശ പറയുന്നു, ദീർഘായുസ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തുമ്പോൾ 92-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായി മാറുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ആയിരിക്കാൻ നമുക്ക് ഇടയാകുമാറാകട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു.